നമസ്കാരം. ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ കാത്തിരുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ 1-0 തോൽപ്പിച്ച് സ്പെയിൻ 2026 ലോകകപ്പ് സ്വന്തമാക്കി. അധിക സമയത്തിലെ 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഏക ഗോളാണ് സ്പെയിനിനെ വീണ്ടും ലോക ചാമ്പ്യന്മാരാക്കി മാറ്റിയത്. ഈ വിജയത്തിന് പിന്നിലെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലോകം കാത്തിരുന്ന ഫൈനൽ 2022 ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും പുതിയ തലമുറയുടെ കരുത്തിൽ മുന്നേറിയ സ്പെയിനും തമ്മിലായിരുന്നു ഫൈനൽ. ഒരു വശത്ത് ലയണൽ മെസ്സി, മറുവശത്താകട്ടെ യുവതാരങ്ങളുടെ സ്പെയിൻ. ആദ്യ മിനിറ്റ് മുതൽ തന്നെ സ്പെയിൻ പന്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ചെറിയ പാസുകളും മധ്യനിരയിലെ ആധിപത്യവും കൊണ്ട് അവർ അർജന്റീനയെ സമ്മർദ്ദത്തിലാക്കി. അർജന്റീനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അർജന്റീനയുടെ ആക്രമണം പ്രതീക്ഷിച്ചത്ര ഫലപ്രദമായില്ല. മെസ്സിയും ജൂലിയൻ ഐവറസും മുന്നിലുണ്ടായിരുന്നെങ്കിലും ആവശ്യമായ പിന്തുണ അവർക്ക് ലഭിച്ചില്ല. സ്പെയിൻ്റെ പ്രതിരോധം വളരെ കൃത്യമായിരുന്നു. അതേസമയം ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് നിരവധി മികച്ച സേവുകൾ നടത്തി അർജന്റീനയെ മത്സരത്തിൽ നിലനിർത്തി. നിർണായക നിമിഷം നിശ്ചിത സമയത്ത് ഗോളൊന്നും തന്നെ പിറന്നില്ല അർജന്റീനയ്ക്ക്. മത്സരം അധിക സമയത്തിലേക്ക് നീട്ടി. 106 മിനിറ്റിൽ ഫെറാൻ ടോറസ് നേടിയ ഗോൾ മത്സരത്തിൻ്റെ ഗതി മാറ്റി. ആ ഒരു ഗോൾ സ്പെയിനെ ലോക ചാമ്പ്യന്മാരാക്കി. സ്പെയിൻ അവരുടെ വിജയത്തിൻ്റെ പ്രധാന കാരണം നമുക്കൊന്ന് നോക്കാം. മികച്ച പന്തിൻ്റെ നിയന്ത്രണം, ശക്തമായ മധ്യനിര, ശക്തമായ പ്രതിരോധം, ശരിയായ സമയത്ത് നടത്തിയ മാറ്റങ്ങൾ. ഇതൊരു ടീമിൻ്റെ ഒരു താരത്തിൻ്റെ വിജയമല്ല, മുഴുവൻ ടീമിൻ്റെയും വിജയമാണ്. ചരിത്ര നേട്ടമാണിത്. 2010 ശേഷം സ്പെയിൻ നേടുന്ന രണ്ടാമത്തെ ലോക കിരീടമാണിത്. ലോക ഫുട്ബോളിൽ വീണ്ടും തങ്ങളുടെ ആധിപത്യം തെളിയിക്കാൻ സ്പെയിന് കഴിഞ്ഞു. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് മെസ്സിയുടെ അവസാന വേൾഡ് കപ്പാണോ? ഈ ഫൈനലിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ലയണൽ മെസ്സിയെക്കുറിച്ചാണ്. 39-ാം വയസ്സിൽ കളിച്ച ഈ ലോകകപ്പ് അദ്ദേഹത്തിൻ്റെ അവസാനത്തേതാകുമെന്ന് പലരും തന്നെ പറയുന്നു. കിരീടം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളെന്ന സ്ഥാനം അദ്ദേഹത്തിന് ഇന്നും നിലനിൽക്കുന്നതാണ്. സ്പെയിൻ മികച്ച ഫുട്ബോൾ കളിച്ചു. അർജന്റീന അവസാനം വരെ പൊരുതി. പക്ഷേ ഫെറാൻ ടോറസിൻ്റെ ആ ഒരു ഗോളാണ് എല്ലാം മാറ്റിമറിച്ചത്. അങ്ങനെ 2026 ലോകകപ്പ് ചാമ്പ്യന്മാർ സ്പെയിനായി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫൈനലിലെ ഏറ്റവും മികച്ച താരം ആരായിരുന്നു? ഫെറാൻ ടോറസ് ആയിരുന്നോ, അല്ലെങ്കിൽ എമിലിയാനോ മാർട്ടിനസ് ആണോ, അല്ലെങ്കിൽ സ്പെയിൻ്റെ മുഴുവൻ ടീമാണോ? കമൻറ്റിൽ അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.